നക്ഷത്ര വീതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചിങ്ങമാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ, അതായത് ആഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ 16-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ ഈ പ്രാവശ്യത്തെ ബലച്ചിന്തയിൽ പ്രത്യേകിച്ചും ഓണമാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങമാസത്തിൽ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് തന്നെ ഈ ഓണമാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 4, 5, 6 തീയതികളിലാണ് ഉത്രാടം, തിരുവോണം, അവിട്ടമായിക്കൊണ്ട് ഓണം ആഘോഷിക്കുന്നത്. ഓണത്തെ വരവേറ്റുകൊണ്ടുകൂടിയാണ് ഓണബലച്ചിന്തയിൽ നാം കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഓണബലച്ചിന്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മാസത്തിൽ പറഞ്ഞു വരികയാണെങ്കിൽ ഈ ചിങ്ങമാസം 1-ാം തീയതി തന്നെയാണ് എടുത്തു കാണേണ്ടത്. ചിങ്ങമാസം 1-ാം തീയതി പൊതുവെ എല്ലാ കഷ്ടങ്ങളും തീർന്നുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരവസ്ഥ കൂടിക്കൊള്ളുന്ന ദിവസങ്ങളിലായിട്ടാണ് ഈ ചിങ്ങമാസത്തിനെ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിലെ പ്രതാപങ്ങളൊക്കെ ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും കൊയ്ത്ത്, അതുപോലെ തന്നെ സമൃദ്ധി, സന്തോഷം ഒക്കെ വരുന്ന ഒരു കാലം കൂടിയായിട്ടാണല്ലോ കാണുക. അതുകൊണ്ട് തന്നെ ഈ ചിങ്ങപ്പുലരിയിലെ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് എങ്ങനെ എന്നുള്ള ബലചിന്തയിലാണ് ആദ്യമായി കാണേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ വളരെ ദോഷങ്ങളില്ലാത്ത ഒരു സമയമായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഒരു പരിധിവരെ സമാധാനങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ പരിധി എന്ന് പറയുന്നത് സമ്മിശ്ര ഫലമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ലഗ്നാധിപൻ, മേടൻ രാശിക്കാരുടെ ലഗ്നാധിപൻ ചൊവ്വയാണല്ലോ. ചൊവ്വയുടെ സഞ്ചാരദിശ, അതുപോലെ തന്നെ ഇവരുടെ 2-ാം ഭാവം അത് ശുക്രനാണ്. 3-ാം ഭാവാധിപനായി വരുന്നതിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നുണ്ട്, അതായത് മിഥുനൻ രാശിയിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ദോഷങ്ങളൊന്നുമില്ല. വ്യാഴം അനുകൂലത്തിലാണ്. 2-ാം ഭാവം ശുക്രൻ്റെ സ്ഥാനമാറ്റങ്ങളും അതുപോലെ തന്നെ ലഗ്നാധിപനായി വരുന്ന ചൊവ്വയുടെ സ്ഥാനമാറ്റങ്ങളൊക്കെ ഒരു പരിധി വരെ ഇവർക്ക് വളരെ ദോഷമില്ലാത്ത ഒരവസരത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇനി ദോഷം എന്താണെന്നാണ് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് മീനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഇവർക്ക് 7.5 ശനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശനിയുടെ ഒരു ദോഷങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ അലച്ചിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. 7.5 ശനിയുടെ ദോഷങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ കർമ്മരംഗം എന്ന് പറയുന്നത് പുഷ്ടിപ്പെട്ടുകൊണ്ട് സമാധാന സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും ഈ കർമാധിപനായി വരുന്ന കർമ്മസ്ഥാനത്തെക്കുറിച്ച് കാണുമ്പോൾ അതിൽ ശത്രുദോഷങ്ങളും വരാമെന്നാണ് പറയാം. അതായത് തൊഴിലിൽ ശത്രുദോഷങ്ങൾ വരിക, അതുകൊണ്ട് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വരിക, ഇത് അനുഭവിക്കുക തന്നെയല്ലേ. അപ്പോൾ അതിനെന്ത് പരിഹാരം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ലഗ്നാധിപനായി വരുന്ന ചൊവ്വയുടെ സ്ഥാനമാറ്റം, അത് കന്നിരാശിയിലേക്കുള്ള പ്രയാണം വരയ്ക്കും. അതായത് ചിങ്ങരാശിയിൽ ചൊവ്വ നിൽക്കുന്ന സമയം വരയ്ക്കും ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അത് മാറ്റം തന്നെയാണ്. വളരെ ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു പരിധി വരെ സമാധാനമാണ്. അപ്പോൾ മാറ്റം വരുന്നവരയ്ക്കും എന്തെന്നാണ്. മാറ്റം വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർ ഭഗവതി സേവ അല്ലെങ്കിൽ ഭഗവത് സേവ തട്ടകത്തിൽ ദേവിക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ 7.5 ശനി ദോഷത്തിന് ശനീശ്വരൻ്റെ പ്രീതിക്കായിക്കൊണ്ട് തന്നെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാടും, അതുപോലെ തന്നെ ശാസ്താവിന് അട വഴിപാട്, നെയ്വിളക്ക്, മാല സമർപ്പിക്കുമ്പോൾ ഒരു പരിധി വരെ ഈ ദോഷത്തുനിന്ന് ഒരു മാറ്റങ്ങളുണ്ടാവും. പിന്നീട് പൂർണ്ണമായും ശനിപ്രീതിക്കായിക്കൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ വ്രതത്തോടുകൂടെ ശനിയാഴ്ച വ്രതത്തോടുകൂടെ ക്ഷേത്ര ദർശനവും ദേഹപുഷ്പാഞ്ജലിയും ധാരയും കഴിക്കുമ്പോൾ ഒരു പരിധി വരെ സമാധാനത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തോടു കൂടെയും പോവാൻ കഴിയും ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഓണമാസങ്ങൾ സമാധാനങ്ങളുണ്ട്. ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും തന്നെയാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് ഈ ഓണം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ മാസങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഓണാശംസകളും നേരുന്നു.
അടുത്തായിട്ട് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി, മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് ലഗ്നാധിപനായി വരുന്ന ശുക്രൻ്റെ മാറ്റങ്ങളും അതുപോലെ തന്നെ ഇവരുടെ 2ാം ഭാവങ്ങളും വളരെ ഐശ്വര്യപൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉദ്ദേശിച്ച പോലെ ഒരു ജോലി കയറ്റമോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ഒരു ജോലി കിട്ടേണ്ട അവസരങ്ങളോ ഇവർക്ക് സംഭവിക്കണം. അങ്ങനെയാണ് ഈ ചരരാശി പ്രകാരം കാണുന്നത്. പ്രത്യേകിച്ചും ഇതിൽ ഈ രോഹിണി നക്ഷത്രമൊക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ കൂടി വരേണ്ട ഒരു സമയം കൂടിയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മറ്റ് ദുരിതദോഷങ്ങളെന്ന് പറയുമ്പോൾ ഇവരുടെ മറ്റൊരു ദോഷവശങ്ങളായി കാണുന്നത് ചില ദേഹപ്രയാസങ്ങൾ വരിക, അതുകൊണ്ട് തന്നെ ചില സമാധാനം വരിക, സമാധാനം കുറയുക. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഇഷ്ടക്കുറവ് വരുന്ന വാക്കുകൾ കേൾക്കുന്നതോ അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരിതെന്ന് ഇഷ്ടക്കുറവ് വരുന്ന വാക്കുകളൊക്കെ സംഭവിക്കും. അപ്പോൾ ഇതിനൊക്കെ തീർച്ചയായിട്ടും ഇവർക്ക് പരിഹാരാർത്ഥമായിട്ട് ചെയ്യേണ്ടത് ഇവരുടെ 2ാം ഭാവം, അതായത് അത് ശരിക്കും പറഞ്ഞാൽ ബുധനാണ്, ഇപ്പോൾ അതിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യാഴമാണ്. അപ്പോൾ 2ാം ഭാവം വ്യാഴം കൊണ്ട് ദോഷങ്ങളില്ല എങ്കിലും അതിൻ്റെ നാഥനായി വരുന്ന ബുധനെ കൊണ്ട് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഇവർക്കൊരു ഏക വഴിപാടായിട്ട് കഴിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായി സംഭവിക്കുന്ന പറയുക. അതായത് ഏക വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് നരസിംഹഭാവത്തിലുള്ള ക്ഷേത്രത്തിലെ പാനക വഴിപാടും അതുപോലെ തന്നെ ദേവന് നിവേദ്യവും അതുപോലെ തന്നെ തുളസിമാലയും നെയ്വിളക്കും സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് മറ്റ് ദുരിതദോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചിങ്ങമാസം അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ സമാധാനവും ഐശ്വര്യവും കിട്ടുന്ന ഒരു സമയം തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 2ാം ഭാവത്തിൽ വളരെ ദോഷങ്ങളൊന്നുമില്ല. ഇത് ചരരാശി പ്രകാരമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലരും വിളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെയല്ല ദോഷങ്ങളാണ്, അത് പറഞ്ഞ പോലെ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്കൊക്കെ അവരുടേതായ ജാതക ചിന്തകളും അതുപോലെ തന്നെ രാശി ചിന്തകളും കൂടി കൊണ്ടുകൊണ്ട് അവർ താമസിക്കുന്ന ഭവനം, അവരുടെ ജാതക ദോഷം ഇതൊക്കെ പരിഹരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും വരും എന്ന് തന്നെയാണ് കാണേണ്ടത്. എങ്കിലും ചരരാശി പ്രകാരം കാണുന്ന ഈ ദോഷത്തിന് തീർച്ചയായിട്ടും ഇവർ പാനകം വഴിപാട് ദേവന് സമർപ്പിച്ചുകൊണ്ട് വ്യാഴാഴ്ച വ്രതങ്ങളും എടുത്തുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുമ്പോൾ തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നരസിംഹഭാവത്തിലുള്ള വിഷ്ണു ക്ഷേത്രമാണ്. ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ സർവ്വ ദുരിതദോഷങ്ങളും തീർത്തുകൊണ്ട് സമാധാനപൂർവ്വം ഐശ്വര്യത്തോടുകൂടെ മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന 2.25 ഭാഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2.25 ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് മിഥുനൻ രാശിക്കാരെ കുറിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലഗ്നവ്യാഴമാണ്. ഈ ലഗ്നവ്യാഴം എന്ന് പറയുന്നത് വളരെ ഗുണമൊന്നും ചെയ്യില്ല, കുറച്ച് ബുദ്ധിമുട്ട് തന്നെ വരുത്താം. അപ്പോൾ 1, 4, 7, 10 ഭാവങ്ങളുടെ വ്യാഴം ഉച്ചത്തിലാണെന്ന് പറയാറുണ്ടെങ്കിലും ഈ ബുധൻ്റെ രാശിയിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വളരെ ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്തയിലാണ് ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ചില ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ട് വരിക എന്ന് ചോദിക്കുമ്പോൾ കുടുംബ സമാധാനം കുറയുന്ന അവസരങ്ങൾ വരിക. 7ാം ഭാവം എന്ന് പറയുന്നത് അവരുടെ ധനുരാശിയാണല്ലോ, അതിൻ്റെ അധിപം വരുന്നത് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ സാന്നിധ്യം, അതുകൊണ്ട് തന്നെ ചില സമാധാനം കുറയുന്ന അവസരങ്ങൾ. അതുപോലെ തന്നെ ഇവർക്ക് 3-ൽ, അതായത് മിഥുനൻ രാശിയിലെ 3-ൽ കേതു ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ഖേദങ്ങൾ വരിക, കൂടെപ്പിറപ്പുകൾ വരുന്ന ഭാഗത്തുനിന്ന് ശത്രുദോഷങ്ങൾ വരിക, കൂടെപ്പിറപ്പ് പോലെ ഉള്ളവരുടെ ഭാഗത്തുനിന്ന് ശത്രുദോഷങ്ങൾ വരിക, കുടുംബ സമാധാനങ്ങൾ കുറയുക. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരിൽ നിന്ന് വഞ്ചിക്കുന്ന അല്ലെങ്കിൽ വഞ്ചന രൂപത്തിൽ കാണുന്ന അവസരങ്ങൾ വരിക, അനാവശ്യ ധനച്ചെലവുകൾ വരിക. അതുപോലെ തന്നെ ഭവനത്തിൽ ചെറിയ ചില ഛിദ്രങ്ങളും വാക്ക് തർക്കങ്ങളും വരും. പിന്നെ ഒന്നുകൂടി പറയുമ്പോൾ ഇവരുടെ അഷ്ടമം എന്ന് പറയുന്നത് മകരൻ രാശിയാണല്ലോ. മകരൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ശനി ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ 10ാം ഭാവാധിപനിലാണ്, അതായത് മീനൻ രാശിയിലാണ്. അപ്പോൾ കർമ്മരംഗത്തിൽ ശനി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശനിക്കും ഉണ്ട് ഒരു സ്ഥാനങ്ങൾ. 1, 4, 7, 10 ഭാവങ്ങളിലൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടക ശനിയായിട്ടാണ് കാണുക. ഈ കണ്ടക ശനിയുടെ രൂപം എന്ന് പറയുന്നത് ഇവർക്ക് കർമ്മസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലൊരു മേന്മയോ തൊഴിൽ കൊണ്ട് അഭിവൃദ്ധിയോ തൊഴിൽ കൊണ്ട് ഐശ്വര്യങ്ങളോ ഈ
നക്ഷത്രക്കാരെക്കുറിച്ച് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മിഥുന രാശിയുള്ള ഈ 2.25 ഭാഗം നക്ഷത്രക്കാർക്കൊക്കെ ഇത് അനുഭവിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചരരാശി പ്രകാരം ഇത് അനുഭവിക്കണം. എന്നാൽ ജാതകവശാലോ അല്ലെങ്കിൽ രാശി ചിന്തയിലോ ഒരു പക്ഷേ മാറ്റങ്ങളുണ്ടാവുക. എങ്കിലും ഈ പറയുന്ന പരചിന്തയിൽ ഇവർക്ക് ചില വിഷമങ്ങൾ തന്നെയാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് കഷ്ടങ്ങളും ദുരിതങ്ങളും കുടുംബ സമാധാനം കുറയുന്നതും കൂടെ പിറപ്പ് പോലെയുള്ളവരിൽ നിന്ന് ദോഷങ്ങളൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ ഇവർക്ക് ലഗ്ന വ്യാഴം കൂടി ആകുമ്പോൾ ആകെ മൊത്തത്തിലെ മനസ്സമാധാനം കുറയാവുന്ന സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇവരെ ഇതിന് ഏറ്റവും നല്ലൊരു പരിഹാരം, അതായത് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് നവഗ്രഹ ഹോമമാണ്. അപ്പോൾ വ്യാഴത്തിനും കേതുവിനും ശനിക്കും ഒക്കെ ഒരു പരിധി വരെ നവഗ്രഹ ഹോമം കൊണ്ട് ഒരു സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഇവർ 2ാം ഭാവം എന്ന് പറയുന്നത് ചന്ദ്രരാശിയാണ്, മനസ്സാണ്. മനസ്സിന് വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാം, അപകടങ്ങളും വരാവുന്ന സാധ്യതകളുണ്ട്. വാഹനാപകടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ വീഴ്ചകളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധി വരെ സമാധാനം കിട്ടാൻ നവഗ്രഹ ഹോമം തന്നെയാണ് ഏറ്റവും നല്ലതായി കാണുന്നത്. അതുപോലെ തന്നെ ധനനഷ്ടങ്ങളും ധനദുരിതങ്ങളും വരുമ്പോൾ അത് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ, വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ അവിൽ നിവേദ്യം സമർപ്പിക്കുന്നതും ഒരു പരിധി വരെ സമാധാനം തന്നെയാണ്. അവിൽ നിവേദ്യം സമർപ്പിക്കുമ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദേവന് നെയ്വിളക്ക് കൂടി സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെ സംഭവിക്കുള്ളൂ. അങ്ങനെ ഒരു ദുരിതത്തോടെ കഴിഞ്ഞു പോകുന്ന ഈ 2.25 ഭാഗം മിഥുനം രാശിക്കാരുടെ നക്ഷത്ര ഫലങ്ങൾ ഈ വഴിപാടൊക്കെ കഴിച്ചുകൊണ്ട് ഇവർക്ക് പതിവിലധികം സന്തോഷവും സമാധാനവും അഭിവൃദ്ധി ഐശ്വര്യങ്ങളൊക്കെ കിട്ടട്ടെ ഈ ചിങ്ങമാസത്തിലെ ഓണനാളുകളിൽ എന്നുള്ളത് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാം. പിന്നീട് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിലെ പുണർത്തത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്ല, അങ്ങനെയാണ് 2.25 ഭാഗം നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചില മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ ഇവർക്ക് ഒരു പരിധിവരെ നല്ലതായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ തൊഴിൽ രംഗം മെച്ചപ്പെടാം, അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിൽ കൂടാതെ മറ്റൊരു തൊഴിൽ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചില മാറ്റങ്ങൾ തന്നെയാണ് കാണേണ്ടത്. ഒന്നിലധികം തൊഴിലുകൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലുകളിൽ അഭിവൃദ്ധി വരുന്നതൊക്കെ ഉണ്ടാവാം. ഇത് ഉദ്യോഗാർത്ഥികളാണെങ്കിലും ചില മാറ്റങ്ങളൊക്കെ വരാം, സമാധാനം കിട്ടാവുന്ന സ്ഥിതിയിലാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞു വന്ന ഭാഗങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്കും ചില നേട്ടങ്ങളായിട്ട് തന്നെ കാണുന്നത്. മിഥുന രാശി ഒഴിച്ച് ബാക്കിയുള്ള 2 ഭാഗങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾ നേട്ടങ്ങളാണ്. അതുപോലെ തന്നെ കർക്കിടക രാശിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്, ജോലിക്കാർക്കൊക്കെ നേട്ടങ്ങളാണ്. എന്നാൽ ഇതിലെ വ്യാപാര അഭിവൃദ്ധി, സമാധാന, സന്തോഷങ്ങൾ, ഐശ്വര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. എന്നാൽ ഇവർക്ക് ഈ ജനിച്ച സ്ഥലത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരവസരം വരും. അത് സന്തോഷപൂർവ്വം മാറി നിൽക്കുന്ന ഒരവസരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാധാരണയുള്ള ഭവനം മാറി മറ്റൊരു ഭവനത്തിൽ അല്ലെങ്കിൽ പുതിയൊരു ഭവനം വെച്ച് താമസിക്കേണ്ട അവസരങ്ങളൊക്കെ വരിക. അതുകൊണ്ടും ഒരു ചില ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നേടാവുന്ന ഒരു സ്ഥിതിയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചില കലഹങ്ങളോ വാക്ക് തർക്കങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് തീർന്നുകൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാനായിക്കൊണ്ട് ദേവീക്ഷേത്ര ദർശനവും ദേവീക്ഷേത്രത്തിലെ ഗുരുതി പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ദേഹശത്രുമുട്ടുകളും ഒക്കെ തീർക്കുന്നതും ഇവർക്ക് വളരെ വിശേഷപ്പെട്ട വഴിപാടായിട്ടാണ് കാണേണ്ടത്. ഇവർക്ക് വളരെ സന്തോഷപൂർവ്വം ഐശ്വര്യ അഭിവൃദ്ധിയോടുകൂടെ തന്നെ ഈ ചിങ്ങമാസത്തിലെ ഓണം സന്തോഷപൂർവ്വമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പിന്നീട് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നേതൃത്വ ഭാവങ്ങളിൽ എത്തിപ്പെടാൻ കഴിയും. അതായത് രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചില തർക്കങ്ങളും ദോഷങ്ങളും ഉണ്ടാവാമെന്നാണ്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഒരു പരിധി വരെ മാനസിക വിഷമങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ശത്രുദോഷങ്ങളും വരും. അതുപോലെ തന്നെ ഈ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മറ്റ് വിഭാഗങ്ങളിൽ പെട്ടവരാണെങ്കിൽ തൊഴിലിൽ അറിയാതെ വരുന്ന ശത്രുദോഷങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ മാനസികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. ഇവർക്ക് ചിങ്ങത്തുനിന്ന് കന്നിയിലേക്ക് ചൊവ്വയുടെ പ്രയാണം ഒരു പരിധിവരെ നല്ലതായിട്ടാണ് കാണുന്നത്. ലഗ്ന ചൊവ്വയേക്കാൾ നല്ലത് 2ൽ വരുന്നത് തൊഴിൽ സ്ഥലം
വരുന്ന ശത്രുദോഷങ്ങൾ തീർത്തുകൊണ്ടും അതുപോലെ തന്നെ വാക്ക് പ്രവൃത്തി ഇതൊക്കെ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടും ഇവരെ എല്ലാവരും വിശ്വസിക്കപ്പെടുന്ന രൂപത്തിൽ വരുന്നതും ഇവർക്ക് സന്തോഷത്തിൽ വരുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോഴും അപ്പോൾ ഇവിടെ ലഗ്നാധിപൻ അതായത് സൂര്യനാണല്ലോ, സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ചിങ്ങമാസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാതെ വരുന്ന ചില നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കൂടി ഉണ്ടാവാമെന്ന് പറയാം. എങ്കിലും ചെറിയ തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ദേഹ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടും ഒരു ചില സമാധാനം കുറയുന്ന അവസരങ്ങളായിട്ടാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇവർ നേടിയെടുക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഇവർക്ക് വിജയം കിട്ടുന്ന ഒരു സ്ഥിതിയിൽ കൂടിയാണ്. അത് വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ വ്യാപാരികളാണെങ്കിലും വിജയിക്കുന്നൊരവസരമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ധനനേട്ടങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ചിങ്ങരാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചിങ്ങമാസം ഇവർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനങ്ങളും കിട്ടിക്കൊണ്ട് മുന്നേറാൻ കഴിയുന്ന ഒരു സമയമായിട്ട് കൂടിയാണ് കാണേണ്ടത്. എങ്കിലും അറിയാതെ വരുന്ന ഒരു ചില ശത്രുദോഷങ്ങളുണ്ട്. ഈ ശത്രുദോഷങ്ങൾ ഇവർക്ക് ചില ദേഹദോഷങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ ഇവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിലെ ധാര വഴിപാട് കഴിക്കുക. തീർച്ചയായിട്ടും മനസ്സമാധാനം ഉണ്ടാവും. അതുപോലെ തന്നെ ദേഹദോഷത്തിന് കെടാവിളക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ കൂവളമാല ആഭരണമായിക്കൊണ്ട് ചാർത്തുക. അപ്പോൾ തീർച്ചയായിട്ടും കെടാവിളക്കും അതുപോലെ തന്നെ കൂവളമാലയും ധാരയും കഴിക്കുന്ന പോലെ തന്നെ ദേവനൊരു നിവേദ്യം കൂടി സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചിങ്ങമാസത്തിൽ ചിങ്ങം രാശിയിൽ വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനങ്ങളും കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാം. പിന്നീട് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രഭാഗങ്ങൾ ഉത്തരത്തിൻ്റെ 3/4 ഭാഗം അത്തം, ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് ഇവരുടെ 7ലാണ് ശനി. അപ്പോൾ അത് കണ്ടകശനിയാണ്. കണ്ടകശനി ചില ദോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ലഗ്നാധിപനായി വരുന്ന ബുധൻ വളരെ ദോഷങ്ങളില്ല. ലഗ്നാധിപനായ ബുധനെ കൊണ്ട് വളരെ ദോഷങ്ങളില്ല. എന്നാൽ ശുക്രൻ അതുകൊണ്ട് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഈ ഗ്രഹങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവർക്ക് ചില മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുത്തുന്ന ഗ്രഹചിന്തയിൽ ഇവർക്ക് തീർച്ചയായിട്ടും ലഗ്നത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയെ കൊണ്ടും ചില സമാധാനങ്ങൾ കിട്ടാം. എങ്കിലും അതുപോലെ തന്നെ മാനസികമായ ചില പ്രയാസങ്ങളോ ദേഹ അസ്വസ്ഥതകളോ തൊഴിൽ ശത്രുദോഷങ്ങളോ ഒക്കെ ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊഴിൽ സംബന്ധിച്ച് ശത്രുദോഷത്തിനും മാനസികമായ പ്രയാസങ്ങൾക്കും അതുപോലെ തന്നെ ധനനഷ്ടങ്ങളുമൊക്കെ വരുന്നതിനെ മറികടക്കാനായിക്കൊണ്ട് ഇവർ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിലാണ് ആദ്യത്തെ ഒരു വഴിപാട് ചെയ്യേണ്ടത്. ഇവിടെ തീർച്ചയായിട്ടും മനസമാധാനത്തിനായിക്കൊണ്ട് തന്നെ ദേവന് പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കം സമർപ്പിക്കുക. പിന്നീട് 7ൽ ശനി വരുന്നുണ്ട്. 7 ശനി വരുന്നത് കണ്ടക ശനിയാണല്ലോ. അത് ശിവക്ഷേത്രത്തിലെ ധാര അതുപോലെ തന്നെ കെടാവിളക്ക് അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ അത് ഈ ദോഷത്തിനെയും മറികടക്കാൻ കഴിയും. അപ്പോൾ ഈ 2 ബുധൻ്റെ ദോഷത്തിനെയും അതുപോലെ തന്നെ ശനിയുടെ ദോഷത്തിനെയും മറികടക്കുന്ന പോലെ തന്നെ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനും നഷ്ടപ്പെടും എന്ന് തോന്നുന്നത് നഷ്ടപ്പെടാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് കഴിച്ചുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിലെ ദേഹ ശത്രു കർമ്മമുട്ടുകളൊക്കെ തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വളരെയധികം അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനങ്ങളും കിട്ടിക്കൊണ്ട് ഈ ചിങ്ങമാസ പുലരിയിൽ അതായത് ഓണനാളുകളിൽ വളരെയധികം സമാധാനങ്ങളും സന്തോഷങ്ങളും കിട്ടിക്കൊണ്ട് മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് തുലാരാശിയാണ്. തുലാരാശിയിൽ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗം ചേർന്ന് വരുന്ന ഈ തുലാരാശിക്കാരെക്കുറിച്ച് കാത്തിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ചില ദിവസങ്ങളാണ്. അറിയാതെ ചില ധനനേട്ടങ്ങളും അറിയാതെ തന്നെ ചില അധിക വരുമാനങ്ങളും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്തുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഈ തൊഴിൽ കൊണ്ടോ അല്ലെങ്കിൽ ബിസിനസ് കൊണ്ട് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജോലി മാറ്റം കൊണ്ട് വിദ്യാർത്ഥികളാണെങ്കിൽ നേട്ടം തന്നെയാണ് ഉണ്ട്.
ഇവർക്ക് ചില അസൂയകളും ഉണ്ടാവാമെന്ന്. അതായത് ഇഷ്ടപ്പെടാത്ത അവസരം വരെ കൂടെ നിൽക്കുന്നവർ അവരുടേതായ ശത്രുദോഷങ്ങൾ വരാം. അതുകൊണ്ട് ചില മാനസിക പ്രയാസങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ വന്നുകൊണ്ട് ചെറിയ തോതിലുള്ള പരാജയങ്ങൾ വരാം. അപ്പോൾ ഈ ചെറിയ തോതിലുള്ള പരാജയം എന്ന് പറയുന്നത് ഇവരുടെ ധനദൃഷ്ടിയിൽ ദോഷങ്ങൾ വരാം, അതുപോലെ തന്നെ ദേഹത്തിൽ ദോഷങ്ങൾ വരാം, തൊഴിൽ ദോഷങ്ങൾ വരാം. അപ്പോൾ ഇതിനെ ദേഹദൃഷ്ടി അതുപോലെ തന്നെ തൊഴിൽ, മുട്ടുകളൊക്കെ ദേവീക്ഷേത്രം നടത്തുന്നതും ഗുരുതി പുഷ്പാഞ്ജലി ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഗുരുതി പുഷ്പാഞ്ജലിയും കഴിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സംഭവിക്കേണ്ട ദോഷങ്ങളെ മറികടന്നുകൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിയോടെ മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. പ്രത്യേകിച്ച് ഇവർക്ക് ഈ ചിങ്ങമാസത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ അറിയാതെ വരുന്ന ചില വഞ്ചനകളോ അല്ലെങ്കിൽ മാനഹാനികളോ തർക്കങ്ങളൊക്കെ സംഭവിക്കാമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ ഗുരുതി പുഷ്പാഞ്ജലിയും ദേവീ ക്ഷേത്ര ദർശനവും തീർച്ചയായിട്ടും ഭദ്രകാളി പോലുള്ള ക്ഷേത്ര ദർശനവും നടത്തിക്കൊണ്ട് വഴിപാട് കഴിക്കുമ്പോൾ പരമാവധി ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് സമാധാനത്തിലും ഐശ്വര്യത്തിലും കൂടി മുന്നേറാൻ കഴിയട്ടെ ഈ ഓണമാസം എന്ന് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, അങ്ങനെയാണ് രണ്ടേക്കാ ഭാഗം. ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളും ധനതടസ്സങ്ങളും മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. പ്രത്യേകിച്ച് ഇവർക്ക് ചൊവ്വയെ കൊണ്ട് ചില ദോഷങ്ങൾ വരാം. അതുപോലെ തന്നെ വ്യാഴത്തിനെ കൊണ്ടും ഒരു പരമാവധി ചില ബുദ്ധിമുട്ടുകളാണ് വരേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങൾ ചൊവ്വ, വ്യാഴം, അതുപോലെ തന്നെ ശുക്രൻ, ഈ ഗ്രഹങ്ങളൊക്കെ ഒരു പരിധി വരെ സമാധാനം കുറയുന്ന അവസരങ്ങൾ വരുന്നത് കൊണ്ട് ആദ്യത്തെ ഒരു വഴിപാട് ചൊവ്വയ്ക്ക് ചെയ്യാം. അത് തട്ടകത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവത് സേവ വഴിപാട് കഴിക്കുക, അവിടെ തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക. പിന്നീട് ഇവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വിഷ്ണു ക്ഷേത്ര ദർശനമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് സമർപ്പിക്കുക. അപ്പോൾ ഈ രണ്ട് ക്ഷേത്ര വഴിപാടോടുകൂടെ തന്നെ ഇവർക്ക് ഒരു നാഗക്ഷേത്ര ദർശനവും ഒരു നാഗപൂജയും കഴിക്കുമ്പോൾ ഈ വിഘ്ന വിഘടിത ദോഷങ്ങൾക്കും ഒരു പരിധിവരെ സമാധാനമായിക്കൊണ്ട് മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ 3 ക്ഷേത്ര വഴിപാട് കൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന് തീർച്ചയായിട്ടും ഒരു താൽക്കാലികമായിട്ട്, അതായത് ചിങ്ങമാസം കഴിയുന്ന വരയ്ക്കും ഒരു ചില അവസ്ഥ മാറ്റങ്ങളായിട്ടാണ് കാണേണ്ടത്. അത് അവർക്ക് സമ്പൽ സമൃദ്ധിയും സമാധാനങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓണമാസം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാം. അടുത്തതായിട്ട് ധനുരാശിയാണ്. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്നത് ഒരു നല്ല സമയം തന്നെയാണ്. വളരെ ദോഷങ്ങളൊന്നുമില്ല. ചരരാശി പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് തർക്കദോഷങ്ങൾക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും 4-ൽ ശനി ചില കഷ്ടങ്ങളുണ്ട്. എന്നാൽ 7-ൽ വ്യാഴം ഇവർക്ക് അനുകൂലങ്ങളാണ്. അതുപോലെ തന്നെ ലഗ്നാധിപനായി വരുന്ന ശുക്രൻ്റെ സ്ഥാനമാറ്റം ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയെ കൊണ്ട് തന്നെയാണ്. അത് മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ഈ രാശിക്കാരെ കുറിച്ചുകൊണ്ട്, അതായത് ധനുരാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ കണ്ടകശനിയായിട്ടാണ് കാണുന്നത്. ഈ കണ്ടകശനി എന്ന് പറയുന്നത് കുടുംബസമാധാനം കുറയുന്നതും ദേഹദോഷങ്ങൾ കുറയുന്നതും തൊഴിൽ തടസ്സങ്ങൾ വരുന്നതും ധനനഷ്ടങ്ങൾ വരുന്നതായിട്ടാണ് വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരാം, ചെയ്യുന്ന എല്ലാ തൊഴിലും നഷ്ടത്തിൽ വരിക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരേണ്ടത് പൂരാട നക്ഷത്രത്തിനാണ്. കുടുംബസമാധാനം കുറയുകയൊക്കെ വരേണ്ടത്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഈ വൻ ദുരിത ദോഷത്തിനെ മറികടക്കാനായിക്കൊണ്ട് ഇവർ ചെയ്യേണ്ട വഴിപാട് തീർച്ചയായിട്ടും ഈ ആദ്യത്തെ ഒരു വഴിപാട് ശനീശ്വരന് തന്നെയാണ് ചെയ്യേണ്ടത്. ശനീശ്വര പ്രീതിക്കായിക്കൊണ്ട് ശാസ്താവെങ്കിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ തന്നെ ഈ ശാസ്താവിന് അട വഴിപാട്, നെയ്വിളക്ക്, തുളസിമാല ചാർത്തിക്കൊണ്ട് ദേഹപുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ വഴിപാട് ശിവക്ഷേത്രത്തിൽ കഴിക്കുക. ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീര് ധാര, അതുപോലെ തന്നെ കൂവളമാല, കടാവിളക്ക് നിവേദ്യത്തോടുകൂടെ ശിവക്ഷേത്രത്തിലും നടത്തുക. ദേഹപുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഒരു മാറ്റങ്ങൾ വരും. പിന്നീട് ശുക്രൻ അനുകൂലത്തിലാണ്
അതുപോലെ തന്നെ ചൊവ്വയ്ക്ക് വരുന്ന ദോഷങ്ങൾ. ഇത് ഭഗവതി ക്ഷേത്രത്തിലെ കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും ഒരു ദേഹപുഷ്പാഞ്ജലി കഴിക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് ഈ ദോഷങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഉത്സാഹത്തിമർപ്പോടുകൂടെ ഈ ഓണനാൾ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന അറിയാതെ വരുന്ന ധനനഷ്ടങ്ങളും ധനദോഷങ്ങളും വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവർക്ക് ചില പ്രയാസങ്ങൾ വരുത്തും. അതുകൊണ്ട് തന്നെ ഓരോ ധനവും വിഘ്ന ദുരിതദോഷങ്ങളില്ലാതെ കണ്ടിരിക്കാനായിക്കൊണ്ട് ഗണേശ മന്ത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഗണപതിക്ക് കഴിയും വിധത്തിൽ ഒരു വഴിപാട് കഴിക്കാം. എല്ലാം നല്ലതിലായിക്കൊണ്ട് തന്നെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. അടുത്തതായിട്ട് മകരം രാശിയാണ്. ഈ മകരം രാശിയിൽ ഉത്രാടത്തിൻ്റെ മുക്കാഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരം രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നേതൃത്വ സ്ഥാനത്തൊക്കെ എത്തിപ്പെടാൻ കഴിയും. നേതൃത്വ ഭാവങ്ങൾ വളരെ നല്ലതും സമാധാനങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ധനാഭിവൃദ്ധികളൊക്കെ വരും. സന്തോഷം തന്നെയാണ്. എങ്കിലും ഇവർക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ വരും. ഈ ചെറിയ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ രണ്ടാം ഭാവാധിപൻ, അതായത് മകരം രാശിയുടെ രണ്ടാം ഭാവാധിപനിലാണ് രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാക്ക്, പ്രവൃത്തി ഇതുകൊണ്ടൊക്കെ ശത്രുദോഷങ്ങൾ വരാം. ആ ശത്രുദോഷങ്ങളെ മറികടക്കാനായിക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും വരാം. 3-ലെ ശനി അത് ഒരു പരിധിവരെ ഉയർച്ചയാണ്, മുടി ചൂടിക്കൊണ്ടിരിക്കും. എന്നാൽ നാലാം ഭാവാധിപനാവുന്ന ചൊവ്വ അത് മാനസികമായും ശാരീരികമായും ചില ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും പരമപ്രധാനമായി ചെയ്യേണ്ട വഴിപാട് കർമ്മങ്ങൾ ഒന്ന് നാഗപൂജ തന്നെയാണ്. അത് തീർച്ചയായിട്ടും നാഗക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് നാഗപൂജ കഴിക്കുമ്പോൾ ഈ 2-ൽ വരുന്ന രാഹുവിന് ഒരു മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് ചൊവ്വയ്ക്ക് അത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലെ ഗുരുതി പുഷ്പാഞ്ജലിയും ദേവിക്കൊരു വഴിപാട് എന്ന് പറയുന്നത് നിവേദ്യം തന്നെയാണ്. അതുപോലെ തന്നെ ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് നിവേദ്യത്തോടു കൂടെ തന്നെ തുളസിമാലി ചാർത്തുക. അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലി നടത്തുക ദേവീക്ഷേത്രത്തിൽ. അപ്പോൾ ഈ നാഗക്ഷേത്രം, ദേവീക്ഷേത്രം ഈ വഴിപാട് കഴിക്കുന്ന പോലെ തന്നെ ഒരു പരിധിവരെ ദേവീക്ഷേത്രത്തിലെ ദേഹശത്രു കർമ്മ മുട്ടുകളൊക്കെ തീർക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരു മാറ്റം വന്നുകൊണ്ട് ചില സമാധാന, സന്തോഷ, ഐശ്വര്യത്തോടു കൂടെ തന്നെ ചിങ്ങ മാസം ഇവർക്ക് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അരഭാഗം, ചതയം, പൂരോരട്ടാതി, മുക്കാഭാഗം അങ്ങനെ വരുന്ന കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ലഗ്ന രാഹു, 2-ൽ ശനി അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കേതുവിനെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്, രാഹുവിനെ കൊണ്ടും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ രാഹു കേതുക്കളൊക്കെ ആയിക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ചെറിയ ചില ധനനഷ്ടങ്ങളും, ഇരിക്കുന്ന സ്ഥലം മാറുന്നതോ, ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉദ്യോഗത്തിൽ ചില പാകപ്പിഴവുകൾ വരുന്നതോ ഒക്കെ സംഭവിക്കാം. തൊഴിൽ സ്ഥലത്ത് വിധിച്ച പോലെ വരും എന്ന് പറയുന്ന പോലെ എന്താണോ വിധി അതുതന്നെ കിട്ടുള്ളൂ എന്ന് ഉദ്ദേശിക്കുന്ന പോലെ അതിനേക്കാൾ കുറയുന്നൊരവസരങ്ങൾ വരെ, അല്ലെങ്കിൽ കിട്ടിയത് തന്നെ കയ്യിൽ നിൽക്കാത്തൊരവസരങ്ങൾ വരെ, അധിക ചിലവുകൾ വരെ, ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ വരെ ഒക്കെ ഉണ്ടാവും. ഇത് ഇവരുടെ ജാതകം, ഗ്രഹം ഒക്കെപ്പാടെ വളരെ പവിത്രമായി ചിന്തിച്ചുകൊണ്ടുകൂടി ചെയ്യേണ്ട ചില കാര്യങ്ങളായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ കുംഭരാശിക്കാർക്ക് മാനസികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം. അതുപോലെ തന്നെ ഇവർക്ക് 7-ര ശനിയാണ് വരുന്നത്. 7-ര ശനി ഇവർക്ക് അലച്ചിലുകളാണ് വരിക. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഏറ്റവും നല്ലൊരു വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്നത് നവഗ്രഹ ഹോമം തന്നെയാണ്. നവഗ്രഹ ഹോമം കൊണ്ട് എല്ലാ ഗ്രഹങ്ങളെയും ഒരു പരിധിവരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ നവഗ്രഹ ക്ഷേത്ര ദർശനവും നവഗ്രഹ ഹോമവും നടത്തുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ട് അഭിവൃദ്ധിയും ഐശ്വര്യത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും ഇവർ നാഗക്ഷേത്രത്തിലെ ഒരു നാഗപൂജയും കൂടി കഴിക്കുമ്പോൾ ഈ രാഹുദോഷത്തു നിന്നും അതുപോലെ ശരീരത്തിൽ വരുന്ന വിഷാംശങ്ങളെ മറികടക്കാനും ആപത്തുകളെ മറികടക്കാനൊക്കെ കഴിയും വിധത്തിലൊരു വഴിപാട് കൂടിയായിട്ടാണ് കാണേണ്ടത്. ഇത് ഇവർക്ക് വളരെ നല്ലൊരവസരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പ്രാർത്ഥിക്കാം.
അടുത്തതായിട്ട് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ പൂരോരട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി, ഇങ്ങനെയാണ് രണ്ടേക്കാ ഭാഗം. ഇവർക്ക് വളരെ ഉദ്ദേശ പോലെ ഒരു ഫലപ്രാപ്തിയിൽ എത്തിപ്പെടാൻ കഴിയാത്ത ചില സങ്കടങ്ങളുണ്ടാവാം. തൊഴിൽ സംബന്ധിച്ച് ചില സ്തംഭനങ്ങളോ ദോഷങ്ങളോ ഉണ്ടാവാം. വാക്ക് തർക്കങ്ങളും ചില പരിധി വരെ ശത്രുസ്ഥാനത്ത് എത്തുന്ന അവസരങ്ങൾ വരാം. ഇവർക്ക് 4-ൽ വരുന്ന വ്യാഴം അനുകൂലത്തിലാണെങ്കിലും ജന്മശനിയും അതുപോലെ തന്നെ ഇവരുടെ 7-ാം ഭാവത്തിൽ വരുന്ന ചൊവ്വയും അതുപോലെ തന്നെ കേതുവും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർ. അപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നത് ജന്മശനിയും അതുപോലെ തന്നെ കന്നിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ കേതുവും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാമെന്ന് പറയാം. ഇങ്ങനെ ഈ 3 ഗ്രഹങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർ കാത്തിരിക്കുന്നത് അരുതാത്ത വാക്കുകൾ പറയാതെ കണ്ട് വളരെ സമാധാനപൂർവ്വം മുന്നോട്ട് പോകുന്നതും അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളെ തീർക്കുന്ന വഴികൾ കാണേണ്ടതും അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത് തട്ടകത്തിൽ ഭഗവതിക്ക് ഒരു ഭഗവത് സേവ വഴിപാട് കഴിക്കുക. അത് ഈ ചൊവ്വയുടെ ദോഷത്തിനെ മറികടക്കാൻ കഴിയും. അതുപോലെ തന്നെ ജന്മശനി ദോഷത്തിന് ശിവക്ഷേത്രത്തിലെ ധാര വഴിപാട് മനസമാധാനത്തിനായിക്കൊണ്ട്, കൂവളമാല അലങ്കാരത്തിനായിക്കൊണ്ട്, കടാവിളക്ക് ആയുർദോഷത്തിനും അതുപോലെ തന്നെ ഈ ദേവന് മുന്നിലെ കൂവളമാല പുഷ്പാഞ്ജലി സമർപ്പിക്കാം ശിവക്ഷേത്രത്തിൽ. അപ്പോൾ ഒരു പരിധിവരെ ശനിയുടെ ദോഷത്തുനിന്ന് മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ ഇവരുടെ 7-ാം ഭാവം കുടുംബകലഹവും കുടുംബ വഴക്ക് അതുപോലെ തന്നെ മാനഹാനി തർക്കദോഷങ്ങളും ഒക്കെ ഉണ്ടാവാം. അത് ഭഗവത് സേവ വഴിപാട് കഴിച്ച ശേഷം ഇവർ ഈ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് ദേവീക്ഷേത്രത്തിലോ ശത്രുദേഹ മുട്ടുകളൊക്കെ തീർക്കുന്നത് ഒരു പരിധിവരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വഴിപാടായിട്ടാണ് കാണുന്നത്. 4-ലെ വ്യാഴം ഇവർക്ക് അനുകൂലങ്ങളാണ് എങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ചെറിയ ചില ദോഷങ്ങളായി കാണുന്നത് കൊണ്ട് ഈ വഴിപാട് ശ്രദ്ധാപൂർവം കഴിക്കലും ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ഇവരുടെ ജാതക പരിശോധനയും രാശി പരിശോധനയും ഒക്കെ നടത്തിക്കൊണ്ട് മറ്റ് ഒളിഞ്ഞിരിക്കുന്ന ദോഷങ്ങളൊക്കെ കൂടി തീർക്കുകയാണെങ്കിൽ ഇവർക്ക് വരുന്ന ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് സമാധാനപൂർവ്വം ഐശ്വര്യപൂർവ്വം ഈ ചിങ്ങമാസം മറികടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാസത്തെ വിഷുവരം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഓണ ആശംസകളോടി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.